രണ്ടു വാക്ക് നിങ്ങളോട് സംസാരിച്ച് പിരിയണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ പഴയ കാര്യങ്ങൾ തന്നെ ഓർക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പുസ്തകം കിട്ടിയാലായി ഇല്ലെങ്കിലായി. മിക്കവാറും മുതിർന്ന ക്ലാസ്സുകളിലെ കുട്ടികൾ പാസ്സായി പോകുമ്പോൾ അത് കടം വാങ്ങിയിട്ടായിരിക്കും താഴെ ക്ലാസ്സിൽ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പഠിക്കും. അങ്ങനെ പാഠപുസ്തകങ്ങളുടെ പ്രയാസങ്ങൾ, നോട്ട് ബുക്കുകളാണെങ്കിൽ അത് അല്ലാതെ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടികളൊക്കെ പഠനം. അങ്ങനെയുള്ള കിലോമീറ്ററുകളോളം നടന്നിട്ട് വേണം സ്കൂളുകളിലെത്താൻ. ഇന്ന് സ്കൂൾ നിങ്ങളുടെ പരിപാടിക്കൽ കാത്തു നിൽക്കുന്നതാണ്. നിങ്ങളവിടെ ചെന്നാൽ മതി, പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്, പുസ്തകങ്ങളുണ്ട്, കോട്ടെ ഉച്ചഭക്ഷണം വരെ ഉണ്ട്. ഞാൻ 10ാം തരം പാസ്സാവുന്ന ഒരു ഉച്ചഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. കാരണം രാവിലെ വന്ന് കൂടിയാൽ പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ടാണ് പോവാം. അന്ന് യാതൊരു ഭക്ഷണമില്ല, ഉച്ചഭക്ഷണമില്ല. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലായിരുന്നു ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം. ഇന്ന് നിങ്ങൾക്ക് സ്വർഗതുല്യമായ പഠന നിലവാരത്തിലാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന സൗകര്യങ്ങൾ പരമാവധി നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. പല കാര്യങ്ങളും സംസാരിച്ചവർ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞു. അതിൽ കൂടുതലൊന്നും ഞാനിപ്പോൾ പറയാൻ എനിക്ക് കഴിവില്ല, അതുകൊണ്ട് പറയുന്നുമില്ല. പക്ഷെ ഒരു കാര്യം, ഈ പഠനം എന്നുള്ളത് നമ്മുടെ മരണം വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ്. അത് അവസാനിക്കുന്നില്ല ഒരിക്കലും. ഈ സോക്രട്ടീസ് പറഞ്ഞൊരു വചനം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഓർക്കും. സോക്രട്ടീസ് എന്താ പറഞ്ഞ ഒരു തത്വചിന്തകനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അറിവ് എന്നത് അറിവില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ്. എനിക്ക് അറിവില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് അറിവ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ SSLC കഴിഞ്ഞു, റിസൾട്ട് വന്നു, +2ൻ്റെ റിസൾട്ട് വന്നു. എല്ലാവരും ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സീറ്റിന് വേണ്ടി പരക്കം പായുന്ന അവസ്ഥ. മലപ്പുറം ജില്ലയിൽ സീറ്റില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ മുഴുവൻ ആൾക്കാരും ഈ ഡിഗ്രിക്കോ അതിൻ്റെ മേലോട്ടുള്ള അക്കാഡമിക് നിലവാരത്തിൽ പോകാതെ കുറേയൊക്കെ തൊഴിൽപരമായ വൈദഗ്ധ്യം നേടുന്നതിന് വേണ്ടിയുള്ള ITകൾ, പോളിടെക്നിക്കുകൾ, എഞ്ചിനീയറിംഗ് മേഖല, മറ്റ് മേഖലകളൊക്കെ, പാരാമെഡിക്കൽ മേഖല, ഇതൊക്കെ തിരഞ്ഞെടുത്താൽ ഈ സീറ്റിൻ്റെ ദൗർബല്യം കുറയ്ക്കാൻ കഴിയും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് കരിയർ ഗൈഡൻസ് എന്നുള്ള നിലയ്ക്ക് ഇത്തരം സംരംഭങ്ങളിൽ ഇനിയിപ്പോൾ അടുത്ത വർഷം റിസൾട്ട് വന്ന ഉടനെ ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് കൂടി നടത്തിയാൽ അത് നന്നായിരിക്കും, കുട്ടികൾക്ക് കൂടി ഉപകാരപ്രദമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ മറ്റു കാര്യങ്ങളിലൊന്നും ഇല്ല. ഈ ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും ശോഭനമായ ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഭവത്തോടു കൂടി എന്നെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.